മോളെ പറയുന്നത് കേൾക്ക്. പിന്നീട് ഒരിക്കൽ വന്ന് നിക്കാം. ഇപ്പൊ നമുക്ക് പോവാം. ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കും. അച്ഛൻ പറഞ്ഞല്ലോ എന്നോട് ഇവിടെ നിന്നോളാന്ന്. ഞാൻ വരില്ല. സീത, സിഹി പാവം അത്ര ആഗ്രഹിച്ച് വാശി പിടിക്കുന്നല്ലേ. ഇറ്റ്സ് ഓക്കെ. ഇന്ന് മാത്രം അവള് വേണമെങ്കിൽ ഇവിടെ നിന്നോട്ടെ. ഇപ്പൊ ഓൾ ഓഫ് എ സഡൻ വേണ്ടെന്ന് പറഞ്ഞാൽ അവക്കത് വിഷമാവില്ലേ? നമുക്കിപ്പോ ഒരിടം വരെ അത്യാവശ്യമായിട്ട് പോകാനുണ്ട്. എങ്ങോട്ടാ? അതൊക്കെ പോകുമ്പോ മനസ്സിലാവും. എന്ത് പറ്റി റാം? എനി എമർജൻസി? നത്തിങ് ലൈക്ക് ദാറ്റ്. സീകുട്ടാ, ബി എ ഗുഡ് ഗേൾ, ഓക്കെ? വാശിയൊന്നും പിടിക്കരുത്. നേരത്തെ കിടന്നുറങ്ങണം. നീ രാവിലെ എഴുന്നേറ്റ ഉടനെ ഞങ്ങളൊന്ന് കൊണ്ടുവയ്ക്കണം. ഓക്കെ? ഓക്കെ അച്ഛാ. ബൈ സീതമ്മ. എന്നെ സീതമ്മ പേടിക്കണ്ട. ഞാനിവിടെ നല്ല കുട്ടിയായിട്ട് നിന്നോളാം. വേഗം ഉറങ്ങിക്കോളാം. രാവിലെ വേഗം വന്നോളാം. ഓക്കെ അല്ലേ? അഥവാ നിനക്ക് ഉറക്കം വന്നില്ലെങ്കിൽ എന്നെ വിളിക്കണേ. ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാട്ടോ. എനിക്ക് ഉറക്കം വന്നോളാം സീതമ്മ. ഇവരൊക്കെ വന്ന് ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകുമെന്ന് വിചാരിച്ചപ്പോ ഇവളെ ഇവര് ഇവിടെ നിർത്തിയിട്ട് പോവാണോ? കഷ്ടം. ഏത് നേരത്താണോ ഇവിടെ വീടെടുക്കാൻ തോന്നിയത്? ബൈ അച്ഛാ. ബൈ ചക്കരെ. See you. See you. ബൈ ശാലിനി. ബൈ. ബൈഡാ. ബൈ. ബൈ സീതമ്മ. Let's go. സീത, നീ എന്താ അവിടെ നോക്കുന്നേ? സിഹ അകത്തേക്ക് പോയിറാം. അവൾക്ക് നമ്മളെ വിട്ടു നിൽക്കുന്നതിന്റെ വിഷമമൊന്നുമില്ല. അല്ല, എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല. സിഹി മോളെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ച ബോൾഡ് ലേഡിയാണ് നീ. എന്നിട്ടെന്താ ഇപ്പൊ ഒരു പ്രത്യേക പേടി? സിഹി നമ്മളെ വിട്ട് മറ്റൊരാളുടെ വീട്ടിൽ നിൽക്കാൻ മാത്രം വലുതായോറാം. അവളതിനെ അറിയാത്ത വീട്ടിലൊന്നും അല്ലല്ലോ സീത. ശ്യാമിന്റെ ശാലിന്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയല്ലേ പോയത്. ഇവിടുന്ന് നമ്മുടെ വീട്ടിലേക്ക് 10 മിനിറ്റേ ഉള്ളൂ. വൈ ആർ യു സോ വറീഡ്? അതെനിക്കറിയില്ല റാം. സിഹിക്ക് എന്തോ എന്നെ വേണ്ടാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സീത, നീ എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? ഈ സീതമ്മ ഇല്ലെങ്കിൽ സിഹിമോൾ ഉണ്ടാവുമോ? ആൻഡ് വൺ മോർ തിങ്, കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ അവർ അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് അകലുന്നത് സാധാരണമാണ്. ഇറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്. റാം, നിങ്ങൾ എന്താ അവൾ നമ്മുടെ അടുത്തുനിന്ന് അകന്നു പോകുന്ന പോലെ സംസാരിക്കുന്നത്? ശേ സീത, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല. നീ കാടുകയറി ചിന്തിക്കണ്ട. സിഹി എത്ര വലിയ കുട്ടിയായാലും അവൾ ഇന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മുടെ പുറകെ വന്നിട്ട് ക്യൂട്ടായിട്ട് അച്ഛ അമ്മയെന്ന് വന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടി അവൾ ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് എ പ്രോമിസ്. ആൻഡ് സീത, മക്കളെ നമ്മുടെ അടുത്തുനിന്ന് എത്ര അകന്നാലും അവരുടെ ഉള്ളിൽ എപ്പോഴും നമ്മളുണ്ടാവും സീത. അതുപോലെ നമ്മുടെ ഉള്ളിൽ എന്നും എപ്പോഴും അവരും ഉണ്ടാവും. ബിക്കോസ് വി ആർ കണക്റ്റഡ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഫാമിലി എന്ന് പറയുന്നത്. ഇപ്പോ സീതമ്മ ഒരുപാട് ആലോചിക്കാൻ നിൽക്കണ്ട. നമ്മളിപ്പോ പ്രിയെ കാണാൻ വേണ്ടിയാ പോകുന്നത്. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് പോവാന്ന് വെച്ചാ കാറ് കൊണ്ടുവന്നത്. ഹാപ്പി? താങ്ക്സ്. എങ്ങനെയുണ്ട് മോളെ ഇപ്പൊ നിനക്ക്? ഐ ആം ഫൈൻ. മുഖത്തൊരു ചെറിയ ചിരിയൊക്കെ കാണുന്നുണ്ടല്ലോ. പേടിയൊക്കെ പോയോ? ഭാര്യ ജീവിച്ചിരിക്കുന്നുള്ള കോൺഫിഡൻസ് ഒക്കെ വന്നോ? മോളെ, How are you, Priya? ഫൈൻ ഡോക്ടർ. വേദനയ്ക്കില്ലാന്നൊക്കെ പറഞ്ഞിട്ട് കള്ളം പറഞ്ഞതാണല്ലേ? ജസ്റ്റ് ആം പെയിൻ. പിന്നെ ബ്രസ്റ്റിന്റെ അവിടെ ചെറിയൊരു പെയിൻ ഒക്കെ ഉണ്ടാകും. ബട്ട് അത് കുറഞ്ഞോളൂ. പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും 1 മാസത്തേക്ക് ഭാരം ഒന്നും എടുക്കരുത്. ഓക്കെ? എനിക്ക് എപ്പോഴും ഒന്ന് വീട്ടിൽ പോകാൻ പറ്റുമോ? നാളെ. പിന്നെ നാളെ ഫിസിയോ ചെയ്യാൻ ആൾ വരും. അവര് സ്ട്രെച്ചസും ബാക്കി വർക്കൗട്ടൊക്കെ പറഞ്ഞു തരും. റെഗുലർ ആയിട്ട് ചെയ്യണം. വിൽ ബി ഓൾ റൈറ്റ്. ഷുവർ. താങ്ക് യു ഡോക്ടർ. പിന്നെ അശോക്, കുറച്ച് മെഡിസിൻസ് ഉണ്ടായിരുന്നു, അത് വാങ്ങണം. ഓക്കെ ഡോക്ടർ. ഗുഡ് നൈറ്റ് പ്രിയ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാൻ ചത്തിട്ടില്ല അശോക്, ജീവനോടെ ഉണ്ട്. ഞാൻ മരിച്ചു പോകുന്ന നീ പേടിച്ചു പോയോ? നോക്കൂ മോളെ, പറഞ്ഞേക്കാം. ഞാൻ നിന്റെ കൺമുന്നിലുള്ളപ്പോ നീ ഇങ്ങനെയൊന്നും പറയരുത്. ചാവാതെ ജീവിച്ചിരിക്കുന്ന സന്തോഷത്തിൽ പറഞ്ഞു പോയതാ. എനിക്ക് ശരിക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്.
വല്ലതും കഴിക്കാൻ പറ്റുമോ ഇപ്പോ? കഴിക്കാതിരിക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ കാര്യം അറിയില്ല, പക്ഷെ നിനക്ക് എന്തായാലും അവർ തരും. ഉം, നീ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക്, ഞാനിതൊക്കെ വാങ്ങിയിട്ട് വരാം. ഉം. മോളെ, ഇങ്ങനെ ഒരു സമയത്ത് അമ്മ, അഞ്ചു ആരും ഇല്ലാത്തതിൽ നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ? ഞാൻ അവരോട് വരണ്ടാന്ന് പറഞ്ഞത്. ആഘോഷങ്ങളുണ്ടെങ്കിൽ എനിക്ക് അത് മാത്രം മതി. വേറെ ആരില്ലെങ്കിലും കുഴപ്പമില്ല. ടേക്ക് റെസ്റ്റ്. എത്ര മണിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞത്? അതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയില്ല സീത. അശോകനെ ഞാൻ വിളിക്കാനൊന്നും പോയില്ല, ബിക്കോസ് അവൻ നല്ല ബിസി ആയിരിക്കും ഈ സമയത്ത്. അഞ്ചു വിളിച്ചപ്പോഴാണ് ഞാൻ ആക്ച്വലി പ്രിയയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ കാര്യം പോലും അറിയുന്നത്. സോ എന്നാ പിന്നെ ഒന്ന് വേഗം പോയി കണ്ടിട്ട് വരാമെന്ന് എനിക്ക് തോന്നി. അത് നന്നായി റാം. അല്ല സീത, ഈ അശോകനില്ലേ, അവന് നമ്മളല്ലാതെ പിന്നെ വേറെ ആരാ ഉള്ളത്? എന്റെ എല്ലാ വിഷമങ്ങളിലും അവൻ എന്റെ കൂടെ ഉണ്ടായതാ. അപ്പോ അവനൊരു വിഷമം ഉണ്ടാകുമ്പോ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവണ്ടേ? വേണം റാം. ഒരു കാര്യം എന്തായാലും ഉറപ്പാ, ഇപ്പൊ നമുക്ക് എന്തായാലും അവന്റെ വേദന ഇല്ലാതാക്കാൻ കഴിയില്ല. ബിക്കോസ് അവന്റെ ആ ഫ്രസ്ട്രേഷനും അവന്റെ ആ പേടിയെല്ലാം അവൻ അനുഭവിച്ചു തന്നെ തീർക്കണം സീത. ഇപ്പൊ നമ്മൾ അവനെ എത്രയൊക്കെ സമാധാനിപ്പിക്കാൻ പോയാലും അവന്റെ ഈ പ്രോബ്ലത്തിന് അതൊരിക്കലും ഒരു സൊല്യൂഷൻ ആവില്ല. എന്നാലും പ്രയാസമുള്ളൊരു സമയത്ത് നമ്മൾ സ്വന്തം എന്ന് കരുതുന്നവർ കൂടെ ഉണ്ടെങ്കിൽ അതിന്റെ ധൈര്യം ഒന്ന് വേറെ റാം. അതല്ല സീത, എനിക്ക് ശരിക്കും പറഞ്ഞ അവനോട് നല്ല ദേഷ്യമുണ്ട് ഇപ്പോ. അത്രയൊക്കെ ഉണ്ടായിട്ടും എന്നെ ഒന്ന് വിളിക്കാൻ പോലും തോന്നില്ലെന്നുള്ളത് അവന്. പക്ഷെ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ അവനെ ഒന്ന് വഴക്ക് പോലും പറയാൻ പറ്റില്ല. ചിലപ്പോ അതങ്ങനെ റാം. വേണ്ടപ്പെട്ടവരോട് പോലും ചിലപ്പോ നമ്മുടെ വേദന പറയാൻ കഴിയില്ല. ശരിയാ സീത, പ്രിയയുടെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞില്ലേ, അവൾ പഴയതുപോലെ ആക്റ്റീവ് ആവണം. പണ്ടത്തെ പോലെ ബഹളമൊക്കെ ഉണ്ടാക്കി ലൈവിലായിട്ട് നിൽക്കുന്ന എനിക്ക് കാണണം. പ്രിയ ഉള്ളിടത്ത് ചിരി തീർച്ചയാണ് റാം. അവളുടെ പേഴ്സണാലിറ്റി തന്നെ വളരെ പോസിറ്റീവാണ്. വാതോരാതെ സംസാരിക്കും, കല്ലിനോട് വരെ അവള് സംസാരിക്കും. അറിയോ, അവൾ അത്ര വായാടിയോ. അവൾക്കൊന്നും സംഭവിക്കില്ല, എത്രയും പെട്ടെന്ന് അവള് ഭേദമായിക്കോളും. ഈ സമയത്ത് നമ്മൾ എന്തായാലും അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നേ പറ്റൂ. അതുകൊണ്ടും കൂടിയല്ലേ ഞാൻ സീമോളോട് ഇന്ന് ശ്യാമങ്ങളിലെ ശാലിയുടെ വീട്ടിൽ നിന്നോളാൻ പറഞ്ഞത്. വിഷമമായോ? സിഹിയെ വിട്ടുപോകുന്നത് എനിക്ക് വിഷമമുള്ള കാര്യം. പക്ഷെ ഇങ്ങനൊരു സമയത്ത് അവള് പ്രിയയെ കാണുന്നത് അത്ര നല്ലതല്ല. അവിടെ ആക്കിയിട്ട് വന്നത് നന്നായി. എങ്ങോട്ട് പോവാനാ? നാളെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുമല്ലോ. ഓ, നീ നാളെ വരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞതുപോലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം നിനക്ക് സിഹിമോളുടെ കാര്യത്തില് ഒട്ടുക്കത്തെ പൊസസീവ്നെസ്സാ. ചിലപ്പോ നീ രാത്രിക്ക് രാത്രി പോയി അവളെ കൊണ്ടുവന്നുകളെ. അങ്ങനൊന്നും ചെയ്തേക്കല്ലേ. രാത്രിക്ക് രാത്രി ബോർഡിംഗ് സ്കൂളിലേക്ക് പോയ ഒരു അച്ഛനെ എനിക്കറിയാം. ഇപ്പോഴേ പോണോ ഏട്ടാ? പോകാതെ പറ്റില്ലല്ലോ. പ്ലീസ് ഏട്ടാ, നാളെ നമ്മുടെ ആനിവേഴ്സറിയാ. അത് കഴിഞ്ഞിട്ട് പോയാ പോരെ, പ്ലീസ്. അയ്യോ, പറ്റില്ല മോളെ. നോക്ക്, ഞാനിവിടെ നിൽക്കുന്നത് നമ്മുടെ അച്ഛനാണെങ്കിലും ഈ മരുമോള് ഭാർഗവി ആണെങ്കിലും അറിഞ്ഞ പ്രശ്നമാണ് മോളെ. പിന്നെ ഇങ്ങനെ ഒളിച്ചും പാത്തും പോലും വരാൻ സാധിക്കില്ല. ആലോചിച്ചു. ഹേയ്, നീ എന്താ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ഒന്ന് കരയുന്നേ? നിന്നെ വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ വരില്ലേ? നിന്നെയും കുട്ടികളെയും നമ്മുടെ രാമനെയും സീതയെയും കാണാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ ഓടി വരില്ലേ? ഇങ്ങനെ കരയല്ലേ. നോക്ക്, ഹാപ്പി ആനിവേഴ്സറി ഇൻ അഡ്വാൻസ്. ഹാപ്പി ആനിവേഴ്സറി. ഹാപ്പി ആനിവേഴ്സറി ടു യു. അമ്പോ, ഇപ്പോഴെങ്കിലും സ്വന്തം ഭാര്യയൊന്ന് കാണണമെന്ന് തോന്നിയല്ലോ. സുഖാണോ സത്യ? വെൽ, ഇത്രയും നേരം സുഖമായിരുന്നു. ഇപ്പൊ നിന്റെ ഗനഗംഭീരമായ പ്രകടനം കണ്ടിട്ട് എന്റെ ഹാർട്ട് അടിച്ചു പോകുന്ന ലക്ഷണമുണ്ട്.
എന്റെ മുമ്പിൽ നാടകം കളിക്കല്ലേ ഭാർഗവി. നിന്റെ ഈ അഭിനയം വിശ്വസിക്കാൻ ഞാൻ അച്ഛനോ രാമനോ അതോ എന്റെ ഈ പുന്നാര ഭാര്യയൊന്നും അല്ല. സത്യ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ തിരിച്ചു വന്നതിൽ ഒരുപാട് സന്തോഷമുള്ള പോലൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ. എന്താ ഒരു പെർഫോമൻസ്. അമ്പമ്പമ്പ. നീ എന്ത് വേണേലും കരുതിക്കോ, നീ വന്നതിൽ എനിക്കിപ്പോ ശരിക്കും സന്തോഷമുണ്ട്. അല്ല, കള്ളനെ പോലെ അകത്ത് കയറിയല്ലേ? എപ്പോഴാ വന്നേ? ആരും കാണാതെ തന്നെയാണ് ഞാൻ വന്നത്. പക്ഷേ ഉടനെ തന്നെ അച്ഛൻ എന്നെ തിരിച്ചു വിളിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. പഴയതുപോലെ ഞാൻ ഇവിടെ ഉണ്ടാകും. ഈ വീട്ടിലെ മരുമകള് അത് നടത്തി തന്നിരിക്കും. ആരാണത്? ഈ വീട്ടിലെ ശരിക്കുമുള്ള മരുമകള് സീത. ഏട്ടാ ഒന്നും മിണ്ടാതിരിക്കെ. നോക്ക്, ഈ വീട്ടിൽ ഞാൻ പറയുന്ന ആർക്കും വിശ്വാസം ഉണ്ടാവില്ല. പക്ഷേ സീത പറഞ്ഞാൽ അവളുടെ വാക്കിന്റെ വിലയൊന്ന് വേറെയാ. നീ നോക്ക് ഭാർഗവി, നീ അച്ഛന്റെ മുമ്പിൽ അവളുടെ വില ഇടിച്ച് കാണിക്കാനുള്ള പല തന്ത്രങ്ങളും പയറ്റുന്നുണ്ടായിരിക്കും. പക്ഷേ നിന്റെ സകല പ്ലാനുകളും ഫ്ലോപ്പാ. സത്യ, ഡോണ്ട് ഡിസപ്പോയിന്റ് മീ. വീണ്ടും കുടിച്ചിട്ട് വന്നതാണോ? കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഈ സത്യം മാത്രമേ പറയൂ എന്നും നിനക്കും അറിയാം. ഈ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കാൻ വേണ്ടി നീ ഇനി ഒരുപാട് പ്ലാനുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എന്താണെന്ന് വെച്ചാ ഞാനായിട്ട് തന്നെ പോവുകയാണ്. അത് സന്തോഷമായിട്ട്. അതെന്താണെന്നറിയോ? നിന്റെ ദുഷിച്ച ദൃഷ്ടിയിൽ നിന്നും ഈ വീടിനെ സംരക്ഷിക്കാൻ ഈ വീട്ടിലെ മരുമോള് സീതയുണ്ട്. അത് മതി. വരട്ടെ. ടാറ്റാ. അതിരുകൾക്കധീനമാനമേ, ദുരാഗ്രഹം നിറഞ്ഞ മനിതനേ, ഉള്ളിലെ ദുഷിച്ച സ്വപ്നമേ, അടങ്ങണം ഒതുങ്ങണം. ചേച്ചി, ഏട്ടൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞതാ. ചേച്ചിക്കൊന്നും തോന്നല്ലേ? കമോൺ സാധന, എന്റെ അമ്മാവന്റെ മക്കളെ എനിക്ക് അറിഞ്ഞൂടെ? ചെറിയ പ്രായം തൊട്ടേ ഞങ്ങൾ ഒരുമിച്ചാ വളർന്നത്. നിന്നേക്കാൾ നന്നായി അവനെക്കുറിച്ച് എനിക്കറിയാം. നിന്റെ ഭർത്താവിന് ഇതുവരെ കെട്ടിറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത്. കെട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ, ഞാൻ തന്നെ അവനെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞ് അവനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോളാം. നന്നായിട്ട് വിശന്നിരിക്കുകയായിരുന്നു. അശോക് ആണെങ്കിൽ മെഡിസിൻ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയി. വിശപ്പ് സഹിക്കാതെ എന്ത് ചെയ്യുന്നു ഓർത്തു. കറക്റ്റ് സമയത്താ ദൈവം നിങ്ങൾ ഇങ്ങോട്ട് അയച്ചേ. അശോക്, എന്താ അശോക് അവിടെ തന്നെ നിന്നത്? നിങ്ങൾക്കും കോരി തരണോ? അശോക, എന്താടാ? എപ്പോഴാ വന്നേ? വന്നിട്ടൊരു 10 മിനിറ്റായി. അശോക്, നേരത്തെ ചോദിച്ചില്ലേ അമ്മയും അഞ്ചും വരാത്തതിൽ എനിക്ക് വിഷമമുണ്ടോന്ന്? ആക്ച്വലി അവര് ഭക്ഷണം കൊടുത്തയച്ചപ്പോ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി അശോക്. അമ്മ എനിക്ക് വല്ലാതെ മിസ് ചെയ്തു. പക്ഷെ ഇപ്പൊ കണ്ടോ സീത എനിക്ക് അമ്മയെ പോലെ ഭക്ഷണം വാരി തരുന്നത്. അശോകേ, നീ ഇത് കഴിച്ചേ. എന്താടാ, ഞാൻ കഷ്ടപ്പെട്ട് കട്ട് ചെയ്തല്ലേ, നീ ഇവിടെ കഴിച്ചേ. കഴിക്കടാ. പ്രിയ, പുറത്തുനിന്നൊന്നും കഴിക്കാൻ പോണ്ട. എനിക്കറിയാം നിനക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. നിനക്ക് എന്ത് കഴിക്കണമെന്ന് തോന്നിയാലും എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഞാനെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാം. ഷുവർ. നീ ഒരു ഓഫർ തന്ന ആരെങ്കിലും മിസ് ചെയ്യോ? ഐ വിൽ ഷുവർലി ടെൽ യു. പ്രിയ, അധികം സംസാരിച്ച് ക്ഷീണിക്കാനൊന്നും നിൽക്കണ്ട. സർജറി കഴിഞ്ഞാലൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാൻ കരുതി വന്നാ. പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. യു നീഡ് റെസ്റ്റ്. അതെ,
നന്നായിട്ട് ഉറങ്ങണം കേട്ടോ, ഫോണും നോക്കിയിരിക്കണ്ട. ഓക്കെ ബൈ, ടേക്ക് കെയർ. ബൈഡാ. ഞാനും വരുന്നു. സീത, മെഡിസിൻസ്. സിഹി, നീ ഈ റൂമിൽ കിടന്നു. ഓക്കെ? ഓക്കേ ആന്റി. പക്ഷേ ഡോക്ടർ അങ്കിൾ നിങ്ങളൊക്കെ എവിടെയാ കിടക്കുന്നേ? ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ റൂമിൽ ഉറങ്ങുന്നേ. നിനക്ക് ഒറ്റയ്ക്ക് കിടന്ന് ഉറക്കം വരില്ലേ? ഇല്ലെങ്കിൽ പറ, നിന്റെ അമ്മയെ വിളിച്ചു പറയാ, അവര് വന്നോളും. അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങിക്കോളാം. എനിക്ക് കഥ കേൾക്കാതെ ഉറങ്ങാൻ പറ്റില്ല. നിങ്ങൾ എനിക്കൊരു കഥ പറഞ്ഞു തരുമോ? കഥയോ? ഇല്ല, എനിക്ക് കഥയൊന്നും പറയാൻ അറിയില്ല. പ്ലീസ് ആന്റി, ഒരൊറ്റ കഥ പറഞ്ഞു തരുമോ? സിഹി, ഇന്നൊരു ദിവസം നീ ഇങ്ങനെ ഉറങ്ങ. പ്ലീസ് ആന്റി, ഒരേ ഒരു കഥ. നോക്ക് സിഹി, നീ ഇപ്പൊ മറ്റൊരാളുടെ വീട്ടിലേക്ക് വന്നതല്ലേ. ഈ വീടുമായിട്ട് നീ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എല്ലാവർക്കും നിനക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. വെറുതെ എല്ലാത്തിനും വാശി പിടിച്ച് പോയി ഉറങ്ങിക്കോ. ഓക്കെ, ഗുഡ്. ഗുഡ് നൈറ്റ് അങ്കിൾ. വെരി ഗുഡ്. ഓക്കെ, വാഷ്റൂമിലൊക്കെ പോയല്ലോ, നന്നായിട്ട് വെള്ളം കുടിച്ചല്ലോ അല്ലേ? വാഷ്റൂമിൽ പോയി, വെള്ളം കുടിച്ചു, എല്ലാം കറക്റ്റ്. പക്ഷെ കഥ മാത്രം മിസ്സിംഗാ. ഓ, നീ അപ്പൊ കഥ കേൾക്കാതെ ഉറങ്ങണോ അല്ലേ? പക്ഷെ ആന്റിക്ക് കഥ പറയാൻ അറിയാഞ്ഞിട്ടാ. അയ്യോ, എനിക്കറിയാലോ, ഞാൻ പറഞ്ഞുതരാം. ആ, ഈ കഥ പറയാനൊക്കെ നിക്കണോ ഇപ്പൊ? അവൾ എന്തായാലും ഉറങ്ങാൻ പോവല്ലേ. എന്താ ഇത് കഥയെന്നൊക്കെ പറഞ്ഞു? ഇല്ല, ഞാൻ ഉറങ്ങാനൊന്നും പോയിട്ടില്ല. അങ്കിൾക്ക് കഥ പറയാൻ അറിയാമെങ്കിൽ അത് മതി. അങ്കിൾക്കാണെങ്കിൽ പുതിയ പുതിയ കഥ അറിയാം. അങ്കിള് പറയുന്ന കഥ കേൾക്കുമ്പോ ശരിക്കും ഉറക്കം വരും. സ്വപ്നത്തില് കഥയെ പറയുന്ന എല്ലാരും എന്റെ സ്വപ്നത്തിൽ വരും. ആണോ? ഞാൻ ഇന്ന് പറയുന്ന കഥയിലുള്ളവർ നിന്റെ സ്വപ്നത്തിൽ വരുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ? ഓക്കേ, എന്നാ കഥ പറഞ്ഞു തുടങ്ങിയാലോ? ഇപ്പോ ഏത് കഥയാ പറയാ? എടാ, പറയടാ. എടാ, നിങ്ങള് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കതിൽ വിഷമമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളിങ്ങനെ വന്ന് 10 മിനിറ്റ് ഞങ്ങളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തില്ലേ, എനിക്ക് ഇത്ര സന്തോഷമായെന്നറിയാവോടാ. ഇതാ പറയുന്നത്, നമുക്കൊരു പ്രയാസം വരുമ്പോൾ വേണ്ടപ്പെട്ടൊരു കൂടെ വേണം. അപ്പോൾ അത് എത്ര വലിയ പ്രയാസമാണെങ്കിലും അതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നും. നമുക്കതൊക്കെ കൂളായിട്ട് നേരിടാൻ തോന്നും. താങ്ക്സ് ഫോർ കമ്മിങ്. ഹേയ് അശോക, എന്തിനാണ് വെറുതെ ഈ ഫോർമാലിറ്റിയൊക്കെ? എടാ, ഞങ്ങൾ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. നീ വെറുതെ ടെൻഷൻ ഒന്നും ആവണ്ട. പ്രിയയ്ക്ക് ഒരു കുഴപ്പമില്ല. ഷീ വിൽ അബ്സല്യൂട്ട്ലി ഫൈൻ. നീ പോയി ഒന്ന് റിലാക്സ് ചെയ്തേ. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ബൈ. ടേക്ക് കെയർ. ഓക്കെ? നിങ്ങളുണ്ടല്ലോ, പ്രയാസം തന്നാലും ഹെവി ആയിട്ട് തരും, സുഖം തന്നാലും ഹെവി ആയിട്ട് തരും. നമ്മളത് ഫേസ് ചെയ്യാൻ റെഡിയായാൽ മതി. അറ്റാക്ക് ചെയ്യാൻ വരും. എന്നിട്ടോ? എന്നിട്ട് ശ്യാം, ലേറ്റ് ആവുന്നു. കഥ പറഞ്ഞത് മതി, വന്ന് ഉറങ്ങ. നീ പോയി കിടന്നോ ശാലു. ഞാൻ ഈ കഥയൊന്ന് തീർത്തിട്ട് ഇവിടെ ഉറക്കിയിട്ട് വരാം. ശ്യാം, ഐ ആം യുവർ വൈഫ്. ഞാൻ വിളിച്ച വരില്ലേ നീ? ശാലിനി ആന്റി, കഥ പറഞ്ഞ പകുതിക്ക് നിർത്താൻ പാടില്ല. ഡോക്ടർ അങ്കിൾ ഈ കഥ പറഞ്ഞ് ഫിനിഷ് ആവുമ്പോ വന്നോളൂ. നിങ്ങൾക്ക് ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ ഉറങ്ങിക്കോ. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ ഇവിടെ കിടന്നുറങ്ങിക്കോ, ഞാൻ നടുവിൽ കിടന്നുറങ്ങിക്കോളാം. ഡോക്ടർ ശ്യാം അങ്കിളുടെ കഥ കേട്ട് കേട്ട് നമുക്ക് രണ്ടുപേർക്കും കിടന്നുറങ്ങാം. എന്റെ അച്ഛനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. സീതമ്മ കഥ പറയുമ്പോ അത് ഞങ്ങളെ കേട്ട് കേട്ട് വേഗം കിടന്നുറങ്ങും. അപ്പൊ അച്ഛൻ കൂർക്കം വലിക്കുമല്ലോ. അത് കൂർക്കയല്ല, കൂർക്കം.
അത് തന്നെ. അച്ഛൻ പുറത്തൊക്കെ ജോലി ചെയ്യുന്നതല്ലേ, ഓഫീസിലേക്ക് പോണം, മീറ്റിംഗ് ചെയ്യണം, അതുകൊണ്ട് ക്ഷീണം കാണില്ലേ, അതുകൊണ്ടാ കൂർക്കം വലിക്കുന്നത്. നീ എന്താ സീ ഇത്രയ്ക്ക് സംസാരിക്കുന്നേ? നിന്നെ പോലുള്ള കുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാൻ നോക്കണം, അല്ലാതെ ഇങ്ങനെ സംസാരിച്ചിരിക്കരുത്. ശാലിനി, പ്രിയ ഇസ് എ വെരി ബ്രേവ് ഗേൾ സീത. അവള് മുമ്പത്തെ പോലെ ആക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്ന, പക്ഷേ അവിടെ ചെന്ന് നോക്കിയപ്പോ അവളല്ലേ നമ്മളെക്കാൾ എല്ലാം ഹാപ്പി ആയിട്ടിരുന്നത്. അവിടെ മനസ്സിൽ എന്തായാലും വിഷമം ഉണ്ടാവും റാം. പക്ഷെ അതെല്ലാം മറച്ചു വെച്ച് അവള് ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അശോക് സാറും അതെല്ലാം കാണുമ്പോ അവർക്കും ധൈര്യമായിട്ടിരിക്കാൻ പറ്റും, സമാധാനമായിട്ടിരുന്നോളും. സത്യമാണ് സീത. റാം, സിഹിയെ കൂട്ടിക്കൊണ്ടു പോയാലോ വീട്ടിലേക്ക്? അവള് കഥ പറ എന്ന് പറഞ്ഞ് ശ്യാമിനെ ശാലിനി ശല്യം ചെയ്യുമായിരിക്കും. വെറുതെ എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കുന്നത് നമ്മള്? സീത, ഇപ്പൊ ഓൾറെഡി ഒരുപാട് ലേറ്റ് ആയില്ലേ. സീമോള് കിടന്ന് ഉറങ്ങിക്കാണും. ഇവൻ ശ്യാമൻ ശാലിനിയും പോലെ ഉറങ്ങിക്കാണും. ഈ സമയത്ത് പോയി അവരെ ഉണർത്തുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല സീത. അറ്റ്ലീസ്റ്റ് അവള് ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് നോക്കിയിട്ട് വന്നൂടെ? അതല്ല, സീമോളാണെങ്കിൽ ഇന്ന് ശ്യാമിന്റെ വീട്ടിൽ നിൽക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. ഞാനാണെങ്കിൽ അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞും പോയി. ഇനി ഇപ്പൊ തന്നെ അവളെ പോയി വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാ അവളാണെങ്കിൽ നിൽക്കും അവിടെ. വെറുതെ വാശി പിടിക്കില്ലേ, വിഷമിച്ച് നിൽക്കില്ലേ? ഇന്നൊരൊറ്റ ദിവസം അവൾ അവിടെ തന്നെ നിൽക്കുന്നല്ലേ നല്ലത് സീത. അല്ല റാം, സിഹി കാരണം ശ്യാമിനോ ശാലിനിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ? ഒരിക്കലും ഇല്ല. ശ്യാമിനും ശാലിനിക്കും സിഹി എന്തുമാത്രം ഇഷ്ടമാണെന്ന് നിനക്കറിയാവോ? അതും ആ ശ്യാമാണെങ്കിൽ സിഹിമോൾ ഉണ്ടെങ്കിൽ അവന് വേറെ ഒന്നും തന്നെ വേണ്ട, അത്രയ്ക്ക് ഇഷ്ടം അവളെ. സിഹിമോൾ അവിടെ നിൽക്കുമ്പോ അവർക്കൊരു സന്തോഷമാവില്ലേ സീത? ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ നിൽക്കില്ലേ.